ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് ലേസറിലെ റേറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതൊറ്റടിക്ക് കണ്ട ഒട്ടും പഠിക്കാൻ തോന്നാത്തൊരു സംഭവമാണ്. പക്ഷേ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടാൽ, ജസ്റ്റ് കണ്ടാൽ നമുക്ക് തലയിൽ കയറുന്ന സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണിത്. അത് ഒന്ന് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ, അത് ഇത്ര സിമ്പിളാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ മുഴുവൻ വീഡിയോസും ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡാണ്. കാണാത്തവരുണ്ടെങ്കിൽ നേരെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്പോണ്ടേനിയസ് എമിഷൻ്റെയും സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെയും അബ്സോർപ്ഷൻ്റെയും ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ് എഴുതുക. അതിൽ സ്പോണ്ടേനിയസ് എമിഷൻ്റെ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റ് ആണ് A21 N2. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ എന്താ? ഈക്വൽ ടു B21 N2 UV ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ. ഇനി അബ്സോർപ്ഷൻ്റെ എന്താ? അബ്സോർപ്ഷൻ്റെ B12 N1 UV ആണ് അബ്സോർപ്ഷൻ്റെ. ഇതിൽ രണ്ടും ആറ്റംസ് ഓർ മോളിക്യൂൾസ് താഴത്തെ എനർജി ലെവലിലോട്ടാണ് വരുന്നത്. ഇത് എക്സൈറ്റേഷനാണ്, മുകളിലത്തെ എനർജി ലെവലിലോട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറയണതാണ് അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ അറ്റ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അപ്വാർഡ് റിയാക്ഷനും ഇതും ഡൗൺവാർഡുള്ള ഇതും ഈക്വൽ ആവും. അതായത് ഈ ചുരുക്കി പറഞ്ഞാൽ ഈ അബ്സോർപ്ഷൻ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സമ്മ്, സ്പോണ്ടേനിയസിൻ്റെ സ്റ്റിമുലേറ്റഡ് സമ്മ്. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? B12 N1 UV ഈസ് ഈക്വൽ ടു A21 N2 പ്ലസ് B21 N2 UV എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് എന്തെഴുതാം? ഈ യുവിയുടെ ടേംസ് ഉണ്ടല്ലേ, യുവിയുടെ ടേംസിനെ ഒരു സൈഡിലോട്ട് എടുക്കുക. അതായത് B12 N1ഉം B21 N2ഉം. B12 N1 ഇത് പ്ലസ് ആണ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് B21 N2 ഹോൾ ഇൻറ്റു UV ഈക്വൽ ടു A21 N2 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ ഈ UVനെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതിനെ ആർച്ചസിലോട്ട് എടുക്കണതാണ്. അതായത് UV ഈസ് ഈക്വൽ ടു A21 N2 ഡിവൈഡഡ് ബൈ B12 N1 മൈനസ് B21 N2. ഓക്കെ, ഇത് കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത എയിം ഈ ഡിനോമിനേറ്ററിലുള്ള B21 N2 ഇല്ലേ, ഇതിനെ 1 ആക്കണം. അതിനെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? B21 N2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. B21 N2 വെച്ചാണ് നമുക്ക് ഇനി എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് ഒറ്റയടിക്ക് ചെയ്യുക. B21 N2 വെച്ചിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്താൽ ചെയ്യുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ ഞാൻ ആദ്യം തന്നെ N2 വെച്ച് ഡിവൈഡ് ചെയ്യുക, പിന്നെ B21 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ N2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? A21 മാത്രവും. ഇവിടെ N2 ഉള്ളത് ക്യാൻസൽ ആയി പോകും അടിയിൽ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ. A21 ഡിവൈഡഡ് ബൈ B12 N1 ബൈ N2 എന്നാവും അല്ലേ, N2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. മൈനസ് B21 N2 ക്യാൻസലായി പോകും, അപ്പോൾ B21 മാത്രവും. ഓക്കെ, ഇനി നമ്മൾ B21 വെച്ച് മൊത്തം ഡിവൈഡ് ചെയ്യണതാണ്. അതായത് A21 ബൈ B21 ഹോൾ ഡിവൈഡഡ് ബൈ B12 ബൈ B21 divided by B21 into N1 by N2 മൈനസ് 1 എന്നാവും അല്ലേ. B21 ബൈ B21 ക്യാൻസലാവും, 1 എന്നാവും. ഇതാണ് നമ്മുടെ UV എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടിയേക്കണത് അല്ലേ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ UVയുടെ വാല്യൂ. ഇനി നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാം. നമുക്ക് പണ്ട് പഠിച്ചൊരു സംഭവമുണ്ട്, ബോൾട്സ്മാൻ ലോ എന്ന് പറഞ്ഞിട്ട്. ആ ലോ ഇപ്പോൾ പലർക്കും ഓർമ്മ കാണില്ല, ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതാണ് ലോ. N1 ബൈ N2 ഈസ് ഈക്വൽ ടു E റേസ് ടു H nu ബൈ KT. ഇതാണ് ബോൾട്സ്മാൻ ലോ. ഇത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് N1 ഈസ് ഈക്വൽ ടു N0 E റേസ് ടു മൈനസ് E1 ബൈ KT ആണ്. N2 is equal to N0 e raised to minus E2 by KT ആണ്.
സോറി. അപ്പോൾ നമ്മൾ n1/n2 ചെയ്യുമ്പോൾ എന്താവും, n1/n2 ചെയ്യുമ്പോൾ n0 n0 ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി എന്താ, e റേസ് ടു kt കോമൺ ആക്കി എടുത്താൽ e2 മൈനസ് e1/kt എന്നാവും. അതായത് e2 മൈനസ് e1 നമുക്ക് h അല്ല നമുക്കറിയാലോ. അപ്പോൾ n1/n2 ഈസ് ഈക്വൽ ടു e റേസ് ടു h/kt എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ഇല്ലേ e റേസ് ടു h/kt, ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് uv ഈസ് ഈക്വൽ ടു a21/b21 ഡിവൈഡഡ് ബൈ b12/b21 ഇൻറ്റു n1/n2 പകരം e റേസ് ടു h/kt മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്, പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല. പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല വെച്ചിട്ട് യു വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 8πh/c³ ഇൻറ്റു 1/e റേസ് ടു h/kt മൈനസ് 1. ഇതാണ് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല. ഓക്കെ, ഇത് നിങ്ങൾ ഞാൻ പറയാം ഒരു ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി ജസ്റ്റ് മനസ്സിലാക്കുക, പിന്നെ ഒരു 5-6 പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഫീൽ ആയിക്കോളും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് യു വിയുടെ ഒരു ഇക്വേഷൻ ഉള്ളത്. നമുക്ക് നേരത്തെ അപ്പോൾ കിട്ടിയത് എന്താ, യു വി ഈസ് ഈക്വൽ ടു a21/b21 ഡിവൈഡഡ് ബൈ b12/b21 ഇൻറ്റു e റേസ് ടു h/kt മൈനസ് 1 എന്നുള്ളൊരു ഇക്വേഷൻ യു വിക്ക് ഉണ്ട്. അപ്പോൾ ഈ യു വിയുടെ വാല്യൂവും ഇപ്പോൾ നമുക്കുള്ള പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല അനുസരിച്ചുള്ള യു വിയുടെ വാല്യൂ നമ്മൾ ഇക്വേറ്റ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, a21/b21 ഡിവൈഡഡ് ബൈ b12/b21 ഇൻറ്റു e റേസ് ടു h/kt മൈനസ് 1 ഈസ് ഈക്വൽ ടു 8πh/c³ ഇൻറ്റു 1/e റേസ് ടു h/kt മൈനസ് 1. ഇനി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 1/e റേസ് ടു h/kt എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ ഇതിനോടും ഡിനോമിനേറ്ററിനെ ഇതിനോടും ഇക്വേറ്റ് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് ഈ a21/b21 8πh/c³ പിന്നെ b12/b21 ഇൻറ്റു e റേസ് ടു h/kt മൈനസ് 1 e റേസ് ടു h/kt മൈനസ് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ a21/b21 ഈസ് ഈക്വൽ ടു 8πh/c³ എന്ന് കിട്ടും. പിന്നെ b12/b21 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത് രണ്ടും കട്ടായി പോവും. അപ്പോൾ b12/b21 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് b12 ഈസ് ഈക്വൽ ടു b21 എന്നും കിട്ടും. അതായത് നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു അബ്സോർപ്ഷൻ്റെ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റ് എന്നും കിട്ടിയിട്ടുണ്ട്. ഇതിനർത്ഥം നമുക്ക് ഈ സ്റ്റിമുലേറ്റഡ് എമിഷനെ ഇൻവേർട്ട് അബ്സോർപ്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയണ എമിഷനൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ റേഷ്യോ, സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ സ്പോണ്ടേനിയസ് എമിഷൻ്റെ റേഷ്യോ, ഫോർ എക്സാമ്പിൾ a21n2/b21n2 uv ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യു വി ഇല്ലേ, യു വിയുടെ ഇക്വേഷൻ എന്താ, നമുക്ക് നേരത്തെ കുറച്ച് മുമ്പ് കിട്ടിയത്, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ യു വിയുടെ ഇക്വേഷനാണ് ഇത്. a21/b21/b12/b21 ഇൻറ്റു e റേസ് ടു h/kt മൈനസ് 1. അത് നമ്മളൊന്നും കൂടി എടുത്ത് എഴുതണേ, നമുക്ക് ആവശ്യമുണ്ട്. a21/b21 b21 b12/b21 ഇൻറ്റു e റേസ് ടു h/kt മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ കണ്ടല്ലോ,
ഇതിൽ നമ്മൾ B12 ഇല്ലേ, B12 ഇസ് ഈക്വൽ ടു B21 ഇട്ട് കൊടുക്കാൻ പോണേന്ന്. അതായത് B12 ഉള്ള സ്ഥാനത്തൊക്കെ B21 ഇട്ട് കൊടുക്കാൻ പോണേണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? UV ഇസ് ഈക്വൽ ടു A21 ബൈ B21 ഡിവൈഡഡ് ബൈ B12ക്ക് B21 ഇട്ട് കൊടുത്താൽ B21 ബൈ B21 1 ആവും. അതായത് 1 ഇൻറ്റു e റേസ് ടു h nu ബൈ KT മൈനസ് 1 എന്നാവും അല്ലേ. ഇതാണ് UV. ഇനി നമ്മൾ e റേസ് ടു h nu ബൈ KT ഇല്ലേ, ഇതിന് നമ്മൾ N1 ബൈ N2 എന്നുള്ള ഇതിൻ്റെ പഴയ വാല്യൂ ഇല്ലേ, ഈ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്, അപ്പോൾ അത് തന്നെ ഇട്ട് കൊടുക്കാൻ പോണേണ്. അതായത് UV ഇസ് ഈക്വൽ ടു A21 ബൈ B21 ഡിവൈഡഡ് ബൈ N1 ബൈ N2 മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ ഈ N1 ബൈ N2 മൈനസ് 1നെ LHSലോട്ടും UVനെ RHSലോട്ടും കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? A21 ബൈ B21 ഡിവൈഡഡ് ബൈ UV ഈസ് ഈക്വൽ ടു N1 ബൈ N2 മൈനസ് 1. ഓക്കെ, ഇത് UV എന്ന് പറഞ്ഞാൽ UV ബൈ 1 അല്ലേ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും? A21 ഡിവൈഡഡ് ബൈ B21 UV ഈസ് ഈക്വൽ ടു N1 ബൈ N2 മൈനസ് 1. ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വെറുതെ എഴുതുന്നതാണ്. ഇതൊക്കെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ A21 ബൈ B21 ഇൻറ്റു UV ഈസ് ഈക്വൽ ടു N1 ബൈ N2നെ നമുക്ക് e റേസ് ടു h nu ബൈ KT തന്നെ ഇട്ട് കൊടുക്കുക. e റേസ് ടു h nu ബൈ KT മൈനസ് 1 എന്നുള്ളൊരു വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതാണ് റേറ്റ് ഓഫ് എമിഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് R ആണ്. R ഈസ് ഈക്വൽ ടു e റേസ് ടു h nu ഡിവൈഡഡ് ബൈ KT മൈനസ് 1.